ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞൻ്റെ ലക്കി ഡ്രോ തട്ടിപ്പിന് പിന്നാലെ പുതിയ തട്ടിപ്പുമായി നമ്മുടെ രേണു സുധിയും പ്രതീഷും ഒരു വീട് വെക്കാൻ വേണ്ടി ഇറങ്ങിയിരുന്നു. അതെല്ലാം പെട്ടിക്കൂട്ടി ഇപ്പോൾ പെട്ടിയിലായി എന്ന് പറഞ്ഞ സ്ഥിതിയിലാണ്. എല്ലാം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും അവസാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ സീക്രട്ട് ഏജൻ്റായ സായി വിളിച്ചിട്ട് ഈ വീട് വെക്കുന്ന ആളെ ബന്ധുവോട് സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. നമുക്കത് കേട്ട് വരാം. അതിനു മുന്നേ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ ദയവായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് സായി അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പ് നമുക്ക് ആദ്യമായി ഒന്ന് കേൾക്കാം. ലക്കി കൂപ്പന്റെ ഒരു വീഡിയോ ഉണ്ട്. ഇത് എവിടെയാ വീട്? ഇത് വണ്ടൂരാണ്. വണ്ടൂര് ഏരിയാട് അറിയാം. വണ്ടൂര് ഏരിയാട്. അവിടെയാണ് നമ്മളെ ഈ വീടുള്ളത്. അവിടെയാണ്. അല്ല, ഇത് നിങ്ങള് കൊടുക്കാൻ കാരണം? നമ്മള് ഇതിപ്പോ നിങ്ങളോട് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ലോൺ ഉണ്ട്. അപ്പൊ നമ്മളൊരു കസിന്റെ വീടാണത്. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മള് ഓരോന്ന് സഹായിക്കുക നല്ല ലക്ഷ്യവുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ സാധനം ലീഗലാണോ കേരളത്തില്? ഇത് ലീഗലാണ്. ഇതിപ്പോ പലരും ചെയ്യുന്നല്ലേ. പക്ഷെ ഇത് ഇല്ലീഗലാണ്. മലപ്പുറം എസ് പിന്റെ നേതൃത്വത്തില് ഓൾറെഡി പാണ്ടിക്കാട് കുഞ്ഞാൻ ചെയ്ത സാധനത്തിന് മുകളിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ഇത് ഇല്ലീഗലും ആണെന്ന് നിങ്ങൾക്ക് അറിയോ? ഇത് ഇല്ലീഗലാണ്. ഇതിപ്പോ നമ്മളിങ്ങനെ ഒരു പർപ്പസ് ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ആ വീഡിയോയിൽ നിങ്ങൾ ആ പ്രശ്നമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് അങ്ങനെ പറഞ്ഞില്ലല്ലോ വീഡിയോയില്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടില്ലേ അദ്ദേഹം എത്ര ലളിതമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നത്. നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ സാധനം കിടക്കുന്നത് വണ്ടൂർ ഏരിയാട് റൂട്ടിലാണ്. ഏകദേശം 30 ലക്ഷം മാത്രം വില വരുന്ന ഒരു വീട് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു വലിയ തട്ടിപ്പാണ്. ഒരു വലിയ തട്ടിപ്പ് റാക്കറ്റ് തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടില്ല. അദ്ദേഹം പറയുകയാണ്, എൻ്റെ കസിന് ഒരു വീട് വെച്ചിട്ട് അതിൽ കുറച്ച് കടമുണ്ട്, അത് വീട്ടാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇത് വെക്കുന്നത്. നിങ്ങളോട് പേഴ്സണലായിട്ട് പറയുകയാണ്. പക്ഷെ അതൊന്നും എൻ്റെ ഈ വീഡിയോയിൽ പറയാത്തത് എന്ന് അദ്ദേഹം എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. അതിന് അദ്ദേഹം പറയുന്നത് അതൊക്കെ മോശമല്ലേ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ജനങ്ങളുടെ കടം വീട്ടാൻ വേണ്ടി ഇത്തരം ഉടായിപ്പ് പരിപാടിയുമായിട്ട് നമ്മുടെ രേണു സുധി ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഒരു തട്ടിപ്പ് നടത്തിയ മനുഷ്യനായിരുന്നു നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞൻ. അദ്ദേഹം ഇപ്പം മലപ്പുറം എസ് പിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷണ സംഘം വലവിരിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിനും ഫാമിലിക്കും ഒന്നും ഇപ്പോൾ പെയ്ഡ് പ്രൊമോഷൻ പരിപാടികളുമായിട്ട് കേരളത്തിൽ എവിടെയും ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇപ്പോൾ സംജാതമായിരിക്കുകയാണ്. അതിനുശേഷമാണ് നമ്മുടെ വിവാദ നായിക എന്ന് തന്നെ പറയണം രേണു സുധി ഈ ഒരു രംഗം ഏറ്റെടുക്കുകയും 500 രൂപക്ക് പാവപ്പെട്ടവർക്ക് വീട് നൽകാമെന്ന് പറഞ്ഞ് പറ്റിച്ച് ലക്ഷക്കണക്കിന് ആൾക്കാരോട് 500 രൂപ വാങ്ങി പോക്കറ്റിട്ട ശേഷം ഇപ്പോൾ ആ പരിപാടിയുടെ സ്ഥിതി എന്തായി എന്ന് നമുക്ക് ബാക്കിയൂടെ അദ്ദേഹം പറയുന്നത് കേട്ട് നോക്കാം. പിന്നെ ആൾക്കാർക്ക് ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് അറിയണ്ടേ പ്രശ്നം എന്താന്നുള്ളത്? അല്ല, അങ്ങനെ അത് നമ്മള് വീഡിയോയിൽ അങ്ങനെ പറയുമ്പോ അത് ഒരു മോശമല്ലേ. ഞാൻ പറയട്ടെ, ഞാൻ ടിക്കറ്റ് എടുക്കാൻ താല്പര്യമുള്ള ഒരാളാണെന്ന് വിചാരിച്ചോളി. വെറുതെ രേണു സുധിയും പ്രതീഷും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടിക്കറ്റ് എടുക്കുവോ? വെറുതെ 2 ആൾക്കാർ വന്നാൽ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുമോ? അപ്പോ അദ്ദേഹത്തിന്റെ കുടുംബക്കാരന് കടം വന്നത് കൊണ്ട് അല്ലെങ്കിൽ വീടിന്റെ മുകളിൽ ലോൺ ഉള്ളത് കൊണ്ടാണ് ഇത് വിൽക്കുന്നത്, അതെന്റെ വീഡിയോയിൽ പറയാത്തത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അതൊക്കെ മോശമല്ലേ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സായി ചോദിക്കുന്നുണ്ട്, നമ്മുടെ രേണു സുധിയും പ്രതീഷും പറയുന്നത് കേട്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പറ്റുമോ? ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വീട് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ, വെച്ചാൽ വീട് കിട്ടൂല, പക്ഷെ വീട് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നിങ്ങൾക്ക് ടിക്കറ്റ് വേണമെങ്കിൽ എടുക്കാലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇത്രയ്ക്ക് ലാഘവകരമായിട്ടാണ് ഇത്തരം പരിപാടികൾ കേരളത്തിൽ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്നാമത് ഈ കേരളത്തിലെ നിയമങ്ങളൊക്കെ അത്രയ്ക്ക് ശക്തമല്ല എന്നുള്ള ഒരു വികാരം ഇതിൻ്റെ ഇടയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം പറയും ഇതൊക്കെ കേരളത്തിൽ സ്വാഭാവികമായി നടക്കുന്ന കാര്യമല്ലേ, എന്താണ് ഇതിൽ ഇത്ര പുത്തരി എന്നുള്ളൊരു ചോദ്യം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. അദ്ദേഹം ചോദിക്കും, ഒരുപാട് സ്ഥലത്ത് നടക്കുന്നൊരു കേസാണ്. ഇപ്പോൾ മലപ്പുറത്തൊക്കെ കുഞ്ഞനെ പോലെ, അതുപോലെ അരിപ്പടി പക്ഷേ ഒരുപാട് ആൾക്കാർ ഈ പരിപാടികളായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ ഒരു 10, 15, 20 ലക്ഷമുള്ള ഒരു വീട് ഉണ്ടാക്കി വെക്കുന്നു. അതിനുശേഷം ലക്ഷക്കണക്കിന് ടോക്കനുകൾ അടിക്കുന്നു. 500 രൂപ വെച്ച് 1 ലക്ഷം ടോക്കൺ അടിച്ചാൽ എത്ര പൈസയായി? അങ്ങനെ
പാവപ്പെട്ടവരുടെ പൈസ കീസയിലാക്കിയിട്ട് അതും ഉടായ്പ നറുക്കെടുപ്പുമായിട്ട് പാവങ്ങളെ പറ്റിക്കുന്ന പരിപാടിയാണ് ഇത്. ദയവ് ചെയ്ത് ഒരാളും ഇത്തരം ഒരു ഉടായ്പിലും പോയി പെടാതിരിക്കുക എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് ബാക്കി കേൾക്കാം. ഇല്ലീഗല് ഇതിപ്പോ നമ്മളെ ഇപ്പൊ സാധാരണ ഇപ്പൊ നമ്മള് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ ഗിഫ്റ്റ് ടാക്സ് അടച്ച് ഗിഫ്റ്റ് കൂപ്പൺ വെക്കുന്നത് ഒരു പർട്ടിക്കുലർ സമയത്തിന് വേണ്ടിയിട്ടാണ്. അതിന് GST അടക്കം ഗിഫ്റ്റ് ടാക്സ് അടക്കം എല്ലാം കൊടുക്കും. അല്ല ഇതില് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എങ്ങനെ ചെയ്യാൻ പറ്റും? എങ്ങനെ ലോട്ടറി ആക്ട് വെച്ചിട്ട് ഇങ്ങനത്തെ സാധനം ചെയ്യാൻ പാടില്ല എന്നുള്ളത് നിയമവിരുദ്ധമാണെന്നുള്ളത് ഇവിടുത്തെ ലോട്ടറി ആക്ടിലുള്ള കാര്യമാണ് അല്ലേ? അപ്പൊ ആ സാധനം വെച്ചിട്ട് നിങ്ങൾ ഒരാളെ സഹായിക്കാനാണെന്നുണ്ടെങ്കിലും അങ്ങനെ നിങ്ങൾ എത്ര കൂപ്പണ അടിക്കുന്നത്? നമ്മളിത് പിന്നെ എത്ര കൂപ്പണാന്നുള്ളത് ഞാൻ ഒന്ന് ചോദിച്ചിട്ട് പറയാം. കറക്റ്റ് ചെയ്ത് പറയാം എത്ര കൂപ്പണാന്നുള്ളത്. അപ്പോൾ സായി ചോദിക്കുന്നുണ്ട്, ഇത് ഇല്ലീഗൽ അല്ലേ? ഇത് നിയമപ്രകാരം ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇത് തെറ്റല്ലേ? ഇപ്പോൾ ചെയ്ത ആൾക്കാർക്കൊക്കെ കേസായില്ലേ? അത് താങ്കൾക്കറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈ ഗിഫ്റ്റ് വൗച്ചർ കൂപ്പൺസ് ഒക്കെ കണ്ടില്ലേ, അതുപോലെയല്ലേ ഇത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. സൂപ്പർ മാർക്കറ്റിലൊക്കെ അങ്ങനെ ഒരു കൂപ്പൺ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിശ്ചിത സമയക്രമവും അതുപോലെ തന്നെ ഗിഫ്റ്റ് ടാക്സും അതുപോലെ തന്നെ GST അടക്കമുള്ള എല്ലാ ടാക്സുകളും കൊടുത്തതിന് ശേഷമാണ് അവർ പരിപാടി നടത്തുന്നത്. അതുപോലെ നിങ്ങൾ നടത്തുന്നത് പോലെ ഇതൊരു ഉടായ്പ പരിപാടിയല്ല. ഇത് ലോട്ടറി ആക്ട് പ്രകാരം കേരളത്തിൽ നിയമപ്രകാരം നടപ്പിലാക്കാൻ പറ്റിയ ഒരു സമ്പ്രദായമേ അല്ല. ഇത് തെറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് കേസായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പാണ്ടിക്കാട് കുഞ്ഞനും കഴിഞ്ഞ നാസർക്കായും അടക്കമുള്ള ആൾക്കാർ ഇപ്പോഴും കേസിൻ്റെ പുറകെ നടക്കുകയാണ്. അത് അറിയാതെ വെറും തട്ടിപ്പിന് വേണ്ടി പാവപ്പെട്ടവരെ പറ്റിക്കാൻ വേണ്ടി ഒരു ഉടായ്പ് സംഘം ഇതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് കേരളത്തിൽ മൊത്തം ഇത് തന്നെയാണ് പരിപാടി. ഒരു വീട് കഴിഞ്ഞാൽ മറ്റൊരു വീട് എന്ന നിലക്ക് അവർക്ക് കടമുണ്ട്, അവർക്ക് ബാധ്യതയുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തട്ടിപ്പ് നടത്തുകയാണ്. ഇനി അങ്ങനെയല്ല, ഇത് വിൽപ്പന ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീടിൻ്റെ ഉടമയ്ക്ക് ഈ സ്ഥലത്തിന് ഇത്ര സെൻറ്റിന് ഇത്ര, ഇവിടുത്തെ മാർക്കറ്റ് വാല്യൂ ഇത്രയാണ്, ഈ വീടിന് എനിക്ക് ചിലവ് ഇത്ര വന്നിട്ടുണ്ട്, ഞാൻ ഇത്ര പൈസ കിട്ടിയാൽ എൻ്റെ സാധനം വിൽപ്പന നടത്താൻ തയ്യാറാണ്, 1 കോടിയോ 2 കോടിയോ ഇനി 10 കോടിയോ അദ്ദേഹത്തിന് അവിടെ ഒരു പരസ്യം വെച്ച് ഇനി അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് ഷെയർ ചെയ്യാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ രേണു സുധിയനെ വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതൊന്നും അല്ലാതെ 500 രൂപയ്ക്ക് വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. ഇതാ നിങ്ങൾ ഇങ്ങോട്ട് പോരി, വണ്ടൂരാണ് സാധനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാവങ്ങളെ പറ്റിക്കുന്ന ഉടായ്പ പരിപാടി തീർച്ചയായിട്ടും അത് നിയമത്തിൻ്റെ കണ്ണിൽ തെറ്റാണ്. അതിന് കടിഞ്ഞാണിടാൻ ഗവൺമെൻറ് അതിൻ്റെതായ പരിപാടിയുമായി മുന്നോട്ട് പോകും. ഇനി അവസാനമായിട്ട് നമുക്ക് ഇദ്ദേഹത്തെ വിളിച്ചിട്ട് അൽത്താഫ് ചോദിച്ചപ്പോഴുണ്ടായ അവസാനമായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് കേട്ടാൽ ഈ പരിപാടി ഇവിടെ ക്ലോസ് ആവുന്നതാണ്. നമുക്ക് അതുകൂടി കേൾക്കാം. ഹലോ, ലക്കി കൂപ്പണിന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നേ, അപ്പൊ അതിനെപ്പറ്റി ഒന്ന് തിരക്കാൻ വേണ്ടി വിളിച്ചതാ. ഓക്കെ, നമ്മളത് തൽക്കാലം ഒരു 2 വീക്സിന് അത് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. നിർത്തിയോ? പരിപാടി നിർത്തിയോ? വിട്ടോ? ഇല്ല, അത് നമുക്കൊരു GSTന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടി ഹോൾഡ് ചെയ്ത്. അപ്പൊ ടിക്കറ്റ് കിട്ടിയോ? അയച്ചു തന്നവരൊക്കെയോ? അവർക്ക് റീഫണ്ട് ചെയ്യുന്നുണ്ട്. റീഫണ്ട്. അപ്പൊ ഇത് വിട്ട് ഇനി ചെയ്യുന്നില്ല? അത് ഇതിന്റെ ഒരു 2 വീക്സ് കഴിഞ്ഞിട്ട് 2 വീക്സ് ഇതൊന്ന് റെഡിയാക്കിയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. അല്ല ചേട്ടാ, നമുക്കിതേ ചെയ്യുന്നതിപ്പോ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഇഷ്യൂ ഉണ്ടല്ലോ. അതായത് ഇപ്പൊ ഈ മറ്റേ നേരത്തെ കുറച്ച് വ്ളോഗർമാരൊക്കെ വീഡിയോ ചെയ്തിട്ട് പണി കിട്ടിയല്ലോ. അപ്പൊ ഇത് ചെയ്യാൻ പാടില്ല എന്നൊരു സ്കീമില്ലേ? അതറിയാനാ ഞാൻ. അല്ല, ഞാന് പിന്നെ നിങ്ങൾ 2 വീക്സ് കഴിഞ്ഞിട്ട് വിളിക്കും. അതിന് റെഡി ആവില്ല നോക്കട്ടെ, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. അപ്പോൾ അവസാനമായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് സന്തോഷമാകും. ടിക്കറ്റ് എടുത്തവരെല്ലാം മുമ്പിച്ചുകൊണ്ട് പരിപാടി ഇപ്പോൾ ഔദ്യോഗികമായി നിർത്തിവെച്ചിരിക്കുന്നു എന്ന് ഔദ്യോഗികമായിട്ട് അദ്ദേഹം പറയുകയാണ്. ഇനി 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം നിയമപരിപാടികളെല്ലാം ഒന്നുകൂടി നോക്കി നടക്കുമോ എന്ന് നോക്കിയ ശേഷം വീണ്ടും ഞങ്ങൾ ഈ ഉടായ്പ പരിപാടിയുമായി രംഗത്തിറങ്ങുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിനോട് പറയുകയാണ്, ഈ പരിപാടി നടക്കില്ല, ഇത് നിയമപ്രകാരം ഇതിന് യാതൊരു വാല്യൂവും ഇല്ലാത്ത ഒരു പരിപാടിയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഇനി ടിക്കറ്റ് എടുത്തവർക്കെല്ലാം ഞങ്ങൾ പൈസ റീഫണ്ട് ചെയ്ത് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കാതെ സുഖമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങാം, അല്ലെങ്കിൽ കൊതുവിൻ്റെ കടിയും കൊണ്ട് മിക്കവാറും സെല്ലിൽ തന്നെ കിടക്കേണ്ട ഒരവസ്ഥ വരും. ഇത്തരം ഉടായ്പ പരിപാടിയുമായി കേരളത്തിൻ്റെ തെരുവീതികളിൽ ഇനിയും ഇത്തരം രേണു സുധീനെയും അതുപോലെ തന്നെ പാണ്ടിക്കാട് കുഞ്ഞിനെയും പോലുള്ള ഫ്രോഡുകൾ വിലസാൻ വേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ജനങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് നമ്മുടെ കേരളത്തിലെ ചെറുപ്പക്കാരാണ് എന്നാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത്. കാരണം ഇത്തരം കടവുമുള്ള ആൾക്കാർക്ക് കടം വീട്ടാൻ ഇത്രയും കാലം കേരളം ഉണ്ടായിട്ട് എത്ര വർഷമായി, അത്രയും വർഷം കടമുള്ളവർക്കെല്ലാം കടം വീട്ടാൻ പല പരിപാടികളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉടായ്പ പരിപാടി ഈ അടുത്തിടെ തുടങ്ങിയതാണ്. ഈ തുടങ്ങി വെച്ച കുറച്ച് മെയിൻ യൂട്യൂബേഴ്സാണ് KL ബ്രോനെ പോലുള്ള, അല്ലെങ്കിൽ പാണ്ടിക്കാട് കുഞ്ഞിനെ പോലെയുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ രേണു സുധിയെ പോലുള്ള ഉടായ്പ് നെഗറ്റീവ് ഇമേജുമായി നടക്കുന്ന ചില
ആൾക്കാരാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കണ്ടു വെക്കണം. ഇനിയെങ്കിലും ഇത്തരം ഉടായ്പ പരിപാടിയുമായിട്ട് പരസ്യവുമായിട്ട് ഇവർ വരുന്ന സമയത്ത് നല്ല രീതിയിൽ അവരെ ഒന്ന് സൽക്കരിച്ച് വിട്ടാൽ തീരുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. പിന്നെ ആരും അത്തരം ഒരു പരിപാടിയുമായിട്ട് വരില്ല. തീർച്ചയായിട്ടും ഈ ഉടായ്പ പരിപാടി ഇവിടെ തിരശ്ശീല വീണിരിക്കുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.